വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയുമായിട്ടാണ്. ചക്കക്കുരുത്തോരൻ. ചക്കക്കുരുത്തോരൻ എങ്ങനെയാണ് റെഡിയാക്കി നോക്കിയാലും വീഡിയോയിലിട്ട് പോകാം. തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പഴുത്ത ചക്കയുടെ കുരുവാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. തോരത്തിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ജീരകം, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് അരച്ചെടുക്കാം. ചക്കക്കുരു നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ തോട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയ ചക്കക്കുരു നമുക്ക് പൊടിച്ചെടുക്കാം. അടുത്തതായി പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴണ്ടു വന്നതിന് ശേഷം തോരത്തിനുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായി ഇളക്കിയതിനു ശേഷം പൊടിച്ചു വെച്ചിരുന്ന ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ചേർത്തതിനു ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഈ ചക്കക്കുരു തോരൻ. നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.